നമസ്കാരം, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഒരുപാട് പേര് കുറേ ദിവസങ്ങളായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്, അതായത് എഗ്ലെസ് മയണൈസ്. മയണൈസ് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് ദിവസമല്ല കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ മിക്സിയിലാണ് ചെയ്യുന്നത്, അത് വെറും 30 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് വീഡിയോന് ലെങ്ത് കൂടുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം നല്ല എളുപ്പത്തിലുള്ള എഗ്ലെസ് മയണൈസ് തയ്യാറാക്കാം നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എഗ്ലെസ് മയോണൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 ഗ്ലാസ് പാല്, അതുപോലെ തന്നെ 1/2 ഗ്ലാസ് ഓയിൽ. ഓയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. അതായത് ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഒലിവ് ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ കനോല ഓയിൽ എടുക്കാം. അങ്ങനെ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. കോക്കനട്ട് ഓയിൽ ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അത്ര അറിയില്ല. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ഓയിലാണ്. അതുപോലെ തന്നെ ഈ പാലെന്ന് പറയുന്നത് തിളപ്പിച്ചിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിലിൻ്റെയും പാലിൻ്റെയും ടെമ്പറേച്ചർ സെയിം ആയിരിക്കണം. അതായത് ഇപ്പോൾ തണുത്ത പാലാണെന്നുണ്ടെങ്കിൽ ഓയിൽ തണുത്തായിരിക്കണം, റൂം ടെമ്പറേച്ചറിലുള്ള പാലാണെന്നുണ്ടെങ്കിൽ ഓയിൽ റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഏതെങ്കിലും ഒന്ന് ഡിഫറെൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ ഔട്ട്കം ശരിയായി കിട്ടില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈക്വൽ എമൗണ്ട് 1/2 ഗ്ലാസ് ഓയിലിന് 1/2 ഗ്ലാസ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, രണ്ടും റൂം ടെമ്പറേച്ചർ. ഇപ്പോൾ ഇത് ഫുൾ ഫാറ്റ് മിൽക്കാണ്, അതായത് ഫുൾ ക്രീം മിൽക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ പലരും എൻ്റെ അടുത്ത് സംശയം ചോദിക്കാറുണ്ട്, എന്താണ് ചേച്ചി ഫുൾ ക്രീം മിൽക്ക് എങ്ങനെയാണ് അറിയാമെന്ന്. അപ്പോൾ ഞാനിവിടെ അൽറവാബിയുടെ മിൽക്കാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഫ്രഷ് മിൽക്ക് ഉണ്ട്, അതിൻ്റെ ഇവിടെ കണ്ടോ ഫുൾ ക്രീം മിൽക്ക് എന്ന് എഴുതിയിട്ടുണ്ടാവും, അതായത് ഫുൾ ഫാറ്റ് മിൽക്ക്. ഇതിൽ ഫുള്ളായിട്ട് ക്രീം അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ചേർത്തിട്ടില്ല എന്നാണ് അർത്ഥം. നമ്മളിപ്പോൾ പശുവിൽ നിന്നൊക്കെ ഇറക്കുമ്പോൾ പ്യുവർ ആയിട്ടുള്ള പശുവിൻ്റെ പാല്, അതിലത്തെ പാടയൊന്നും കളയാണ്ട് അതിലത്തെ ക്രീമൊന്നും മാറ്റാണ്ടുള്ള മിൽക്കാണിത്. അതാണ് നമുക്ക് ഇതിന് ഈ റെസിപ്പി ചെയ്യാനും അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ചെയ്യാനൊക്കെ വേണ്ടത്. മിൽമേന്നൊക്കെ വാങ്ങിക്കുന്ന പാലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ബ്ലൂ കവർ പാലായിരിക്കും ഫുൾ ഫാറ്റ് മിൽക്ക്. ആ കവറിൻ്റെ പുറത്ത് എഴുതി കാണും. ഇത്രയും ഡീറ്റെയിൽ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സാധനം ഉണ്ടാക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വരണം എന്നതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആസ് യൂഷ്വൽ മയോണൈസിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഞാനിവിടെ മിക്സിയിലാണ് ചെയ്യാൻ പോകുന്നത്. മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക, ഏറ്റവും ചെറിയ ജാർ എടുക്കുക. അതിലാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മളുടെ അളന്ന് വെച്ചിരിക്കുന്ന 1/2 ഗ്ലാസ് ഓയിൽ എടുക്കുക. 1/2 ഗ്ലാസ് എന്നൊന്നുമില്ല, എത്ര ഓയിലാണോ അത്രയും സെയിം എമൗണ്ടിൽ തന്നെ പാലുണ്ടായിരിക്കണം, അത്രേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അല്പം പെപ്പർ പൗഡറാണ്. പെപ്പർ പൗഡറിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് വൈറ്റ് വിനീഗർ, അതായത് സിന്തറ്റിക് വിനീഗർ എന്ന് പറയുന്ന സാധാരണ നമ്മൾ വീട്ടിലെപ്പോഴും വാങ്ങിക്കുന്ന വിനീഗർ 2 ടേബിൾ സ്പൂൺ. അത് പുളിയുടെ അളവനുസരിച്ച് മാറ്റം വരുത്തുക. എനിക്ക് അത്യാവശ്യം ചെറിയൊരു പുളി ഇഷ്ടമാണ് മയോണൈസിൽ, അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു നുള്ള് കടുകിൻ്റെ പൗഡർ. കടുകിൻ്റെ പൗഡർ എന്ന് പറഞ്ഞാൽ വെറുതെ കടുക് മിക്സ് അടിച്ചെടുത്താൽ മതി, കടുകിൻ്റെ പൗഡർ കിട്ടും. അതല്ലെങ്കിൽ മസ്റ്റാർഡ് പേസ്റ്റ് എന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടും പുറത്തുനിന്ന്. അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, നിർബന്ധങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. ഇതൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അല്പം പഞ്ചസാര. അപ്പോൾ ഇത്ര ഐറ്റംസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇതിൽ വിനീഗറിന് പകരമായിട്ട് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹെർബ്സ്, ഇഷ്ടപ്പെട്ട ഏത് ഹെർബ്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഈ സെലറിയുടെ സ്മെല്ലുള്ള ചില മയോണൈസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അപ്പോൾ സെലറി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് താല്പര്യം ആ ഫ്ലേവറിങ്സ് ഒക്കെ ചേർക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് പാപ്രിക്ക പൗഡർ, അതായത് അധികം എരിവില്ലാത്ത മുളകുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ബേസിക് ആയിട്ട് ഉണ്ടാക്കാൻ പാലും ഓയിലും വിനീഗറും അല്ലെങ്കിൽ ലെമൺ ജ്യൂസും ഉപ്പും പഞ്ചസാരയും, ഇത്രയാണ് എൻ്റെ വേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി ഇത് അടയ്ക്കാം. ജാറ് നന്നായി അടച്ചു എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഹൈ സ്പീഡിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ ഞാൻ പാനസോണിക് മിക്സിയാണ് എടുത്തിരിക്കുന്നത്. ഏത് മിക്സി ആണെങ്കിലും ഹൈ സ്പീഡിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ പറ്റും കറക്റ്റായിട്ട് വരുന്നുണ്ടോയെന്ന്. അപ്പോൾ തിക്കാവാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. കാരണം ഓവറായിട്ട് നമ്മളിത് ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം പോലെ ആയിട്ട് മാറും. അപ്പം 30 സെക്കൻഡ്സ് ടു 1 മിനിറ്റ് ആണ് ഇതിൻ്റെ സമയം. അപ്പോൾ ഓരോ മിക്സി അനുസരിച്ച് മാറ്റം വരും. അപ്പോൾ നമുക്ക് അടിക്കാൻ തുടങ്ങാം. 1, 2, 3 എന്നുള്ളതിൽ ഞാൻ 3ാമത്തെ ബട്ടനാണ് പ്രസ് ചെയ്യാൻ പോകുന്നത്, അതാണ് ഹൈ സ്പീഡ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ മിക്സിയിൽ കൊള്ളില്ല എന്നുണ്ടെങ്കിൽ, പുറത്തേക്ക് വരുന്നെന്ന് തോന്നുകയാണെങ്കിൽ ഇത്ര ഒഴിക്കേണ്ട. 1/4 ഗ്ലാസ് ഒഴിച്ചാൽ മതി. 1/2 ഗ്ലാസ് ഒഴിച്ചിട്ട് പുറത്തേക്ക് പോകാൻ നിൽക്കണ്ട. അപ്പോൾ ടൈറ്റായിട്ട് അടച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഹൈ സ്പീഡിലിട്ടതിന് ശേഷം 30 സെക്കൻഡ് കേട്ടോ. 30 സെക്കൻഡിനുള്ളിൽ ആവുകയാണെങ്കിൽ ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. അതല്ലെങ്കിൽ 1 മിനിറ്റെങ്കിലും അടിച്ചു കൊടുക്കേണ്ടി വരും. ഇത് കണ്ടില്ലേ, ഇത് കൺസിസ്റ്റൻസി കണ്ട.
നമ്മുടെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മയോണൈസിൻ്റെ അതേ കൺസിസ്റ്റൻസി. ഞാൻ കറക്റ്റ് 30 സെക്കൻഡാണ് അടിച്ചിരിക്കുന്നത് ഹൈ സ്പീഡിൽ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മിക്സി അനുസരിച്ച് മാറ്റങ്ങൾ വരും. പക്ഷേ ഒരുപാട് അങ്ങ് അടിക്കാൻ പാടില്ല. ഇപ്പോൾ ചിലർ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്, കാരണം ഇത് റെഡി ആയിട്ടില്ല ചേച്ചി, അതുകൊണ്ട് ഞാൻ ഒരുപാട് സമയം അടിച്ചു എന്ന്. റെഡി ആവുമെന്നുണ്ടെങ്കിൽ 1 മിനിറ്റിനുള്ളിൽ റെഡി ആവണം. അതേസമയം ഓവർ ബീറ്റ് ചെയ്താൽ ഇത് ശരിയാവില്ല. അപ്പോൾ കൂടുതൽ സമയം അടിച്ചിട്ട് കാര്യമില്ല. ഇത്ര സെക്കൻഡ് എന്നുള്ള ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. ഹൈ സ്പീഡ് എന്നുള്ള ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. രണ്ടിൻ്റെ ടെമ്പറേച്ചർ സെയിം ആയിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. അടിപൊളിയായിട്ടുള്ള മയോണൈസ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലിൻ്റെ ക്വാണ്ടിറ്റി ഡബിൾ ദ എമൗണ്ട് ഓഫ് മിൽക്കാണ്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. മിക്സിയിൽ അടിക്കുമ്പോൾ അങ്ങനെ ചെയ്യരുത്. മിക്സിയിൽ അടിക്കുമ്പോൾ ഈ ഒരു എമൗണ്ട് തന്നെ നിങ്ങൾ നോക്കണം. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. അടിപൊളിയായിട്ട് കേട്ടോ, പെർഫെക്റ്റ്. എനിക്ക് പൊതുവേ വിനീഗറിൻ്റെ അളവ് എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്, അതായത് പുളി കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊക്കെ പുളി കുറവ് മതിയെന്നുണ്ടെങ്കിൽ 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതിയാവും വിനീഗർ, അല്ലെങ്കിൽ ചെറുനാരങ്ങാനീര്. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യമേ തന്നെ ഒരുപാട് ഒഴിച്ചിട്ട് പിന്നെ പുളി കൂടിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ബാക്കി എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ. ഞാൻ മറ്റേ എഗ്ഗിൻ്റെ മയോണൈസ് ചെയ്തപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളി, പക്ഷേ ഇപ്രാവശ്യം ഞാൻ വെളുത്തുള്ളി ഇട്ടില്ല എന്ന് മാത്രം. നല്ല ടൈറ്റായിട്ട് അടച്ചിട്ട് സൂക്ഷിക്കുക, ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അപ്പോൾ ഇതിന് പലരും ചോദിക്കാറുണ്ട് ഇതിൻ്റെ എത്ര ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുമെന്നുള്ള കാര്യം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാലും ഓയിലും മാത്രമാണ് ഇതിലുള്ളത്. അപ്പോൾ പാലിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കുക. ഈ പാലിൻ്റെ ബോട്ടിൽ കണ്ടില്ലേ, എക്സ്പയറി ഡേറ്റ് 7-ാം തീയതി മുതൽ 11-ാം തീയതി വരെയാണ് ഇതിൻ്റെ സമയം. അതായത് 4 ദിവസമാണ് ഈ പാൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. എക്സ്പയറി ഡേറ്റ് 11-ാം തീയതി കഴിയും. അപ്പം ഞാൻ 4 ദിവസം മാത്രമാണ് ഈ സംഭവം സൂക്ഷിക്കുള്ളൂ, അതായത് ഫ്രിഡ്ജിൽ വെക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ഞാനിതെടുത്ത് കളയും. പക്ഷേ ഞാൻ എപ്പോഴും ചെറിയൊരു എമൗണ്ടിൽ മാത്രം ചെയ്യാറുള്ളൂ. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് വെച്ചാൽ 30 സെക്കൻഡ്, മൊത്തത്തിൽ 1 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന ആവശ്യമുള്ളൂ. അപ്പോൾ വെറുതെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് കേടാക്കി കളയണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് മാക്സിമം 4 ദിവസം മാത്രം സൂക്ഷിച്ച് വെക്കാൻ പാടുള്ളൂ, ഈവൻ എഗ്ഗിൻ്റെ മയോണൈസ് ആണെങ്കിൽ പോലും. ഓക്കെ, പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മയോണൈസിൽ അവരെന്തെങ്കിലുമൊക്കെ പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നത്. ഇപ്പോൾ സെയിം റെസിപ്പി നിങ്ങൾക്ക് ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. നമ്മുടെ സാധാരണക്കാർക്കൊക്കെ വീട്ടിൽ മറ്റു സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഞാനിതൊരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോട്ട് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ വേറൊരു വേർഷൻ ഉണ്ട്, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. അതായത് ഇതിലിപ്പോൾ ഇത്ര ഓയിൽ ഉണ്ടല്ലോ, ഓയിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഉള്ള ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വേറെ റെസിപ്പി എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ വേറൊരു എപ്പിസോഡിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം. എപ്പോഴും ഉപയോഗിക്കുമ്പോൾ ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ ഉപയോഗിക്കുക. അതിനുശേഷം നന്നായി ടൈറ്റായിട്ട് അടച്ചിട്ട് തിരിച്ച് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്